ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ 1 മണിയായി, അതുകൊണ്ട് നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഇന്ന് പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ടൊന്നുമില്ല. സൺഡേ ആയതുകൊണ്ട് ചുമ്മാ കസിൻസിന്റെ ഒക്കെ വീട്ടിലൊന്ന് പോകുന്നു, ചില്ല് ചെയ്യുന്നു. ഇന്നലെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് വീട്ടിൽ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. പക്ഷേ എന്നാലും ഞാൻ ഡയറ്റ് ആയിട്ട് അതി കൊടുത്തില്ല. വണ്ണം കുറക്കാൻ വാങ്ങിയ പുതിയ സൈക്കിൾ പൊടി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ച്. എന്തായാലും നാളെ മുതൽ ചവിട്ടണം. കുളിച്ചില്ലല്ലോ എന്നൊരു ചെറിയ കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ 3 ദിവസമായിട്ട് കുളിക്കാത്ത ഇവളെ കണ്ടപ്പോൾ അതങ്ങ് മാറി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത കസിന്റെ വീട്ടിലോട്ട് അവളെന്തോ പാൻ മസാല കേക്ക് അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. വേറൊരു ലിപ്സ്റ്റിക് ഇടാത്തോണ്ട് ഫേസ് കാണിക്കുന്നുണ്ടായി. ഇവളും കുളിച്ചിട്ടില്ല. ഇവള് പറയണത് ഇവളുടെ ക്രീമിൽ 42 മണിക്കൂർ ഹൈഡ്രേഷൻ ഉണ്ട്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുളിക്കാതിരിക്കണ്ടേ. ഭയങ്കര ടേസ്റ്റ് തന്നെ, വായന്നിറങ്ങാതിരുന്ന സാധനം വിത്തൗട്ട് ഇടി വെച്ച് കുത്തി ഇറക്കി അമ്മാമനെ കാണാൻ ഞാൻ അങ്ങ് പോയി. ഈ വീടുകളൊക്കെ തൊട്ടടുത്താണ്. എല്ലാം ഏതാണ്ട് 500 മീറ്റർ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് എന്റെ കസിൻസിന്റെ വീടൊക്കെ. പല പ്രലോഭനങ്ങളും ഉണ്ടാവും, പക്ഷേ ഡയറ്റ് ഇടാൻ ഞാൻ തയ്യാറായില്ല. അത് മാത്രമല്ല ഇന്ന് ശരീരമൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് പിള്ളേരൊപ്പം പോയി ക്രിക്കറ്റും കളിച്ചു. കളി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോഴാണ് സതീശൻ വലിച്ചനും ഉണ്ടംപൊരി വന്നത്. അങ്ങനെ സതീശന്റെ ഉണ്ടംപൊരിയും കഴിച്ച് നമ്മൾ വേറെ 1-2 കസിൻസിന്റെ ഒക്കെ വീട്ടിലൊക്കെ കയറി ചിറ്റയുടെ തള്ളൊക്കെ കേട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഈ കിഴങ്ങ് കൊണ്ടുവന്ന കിഴങ്ങ് കഴിച്ചപ്പോഴേക്കും ശരിക്കും വയറിഞ്ഞിട്ട് എന്താണെന്നറിയാൻ പാടില്ല. ചേട്ടന്റെ മോനെ ആരോ കൊടുത്ത ചോക്ലേറ്റ് ആണ്. അത് ഞങ്ങൾ തുല്യമായിട്ട് പങ്കിട്ടിട്ടും അവനെ ആ സങ്കടം മാറുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പിള്ളേരെ അടുത്തോട്ട് പോയപ്പോൾ ഞാൻ അവനെയും കൊണ്ടുപോയി. ഇവിടേക്ക് മാത്രം വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ, ഒരു 4 കിലോമീറ്റർ അടുത്തുണ്ട്. പിന്നെ ജിത്തു നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണ് തെളിയിച്ച് കൊടവേറെ കൊന്നവൻ എന്തെങ്കിലും കനത്തിൽ വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം പതിവ് പോലെ എന്റെ കുൽസിത പരിപാടികൾ തുടങ്ങി. ഇത് മറ്റേ കാട്ടുള്ളിത്തയിലാണ്. ഇത് വലിച്ചിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചെക്കന്റെ കിളിയൊക്കെ പോയി ചെക്കൻ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചു. ഇത് ശരിക്കും കിളി പോണ സാധനം ഉണ്ട്. നമുക്ക് വല്ല ചലഞ്ചൊക്കെ എടുത്തായിരുന്നു. ഇത് വലിച്ചിട്ട് എക്സ്പ്രഷൻ ഇടാതിരിക്കണം. വിശന്ന് തുടങ്ങിയോണ്ട് ചക്കടയും ചിക്കനോട് കഴിച്ചിട്ട് അവിടെ ചാച്ചന്റെ വീട്ടിൽ വന്നൊരു പുള്ളി എന്റെ ഗുരുവാണ് എന്നെ ഒരു ദിവസം പഠിപ്പിച്ചത്. നീ ഹോട്ടൽ ഭക്ഷണം ഒന്ന് കുറയ്ക്കുന്ന അമ്മ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഹോട്ടലിൽ നിന്ന് ഒരു സാധനം കഴിച്ചത്. റിലാക്സേഷനൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം പ്രൊഡക്റ്റ് ഇട്ട് കുറച്ച് വീട്ടിലൂടെ പോകാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോടാ. ചായ കുടിക്കാൻ നമ്മൾ അടുത്ത കസിന്റെ വീട്ടിൽ പോയി. ഇത് 11ാമത്തെ വീടാണ്. നമുക്ക് അടിയെടുത്ത് തല്ലാമോള് പുറത്ത് 11:30 ചായ കുടിക്കാൻ പോണേന്. ഇന്ന് വെച്ചിട്ട് ലേസി ആയി പോയി. പക്ഷെ നാളെ പോലെ എന്തായാലും അത് ശരിയാക്കാം. ബൈ ദ വേ ചായയിൽ ഞാൻ ഇതുവരെ മധുരം ഇട്ടിട്ടില്ല കേട്ടോ. പുള്ളി ഈ പ്ലെയർ ഒരു പ്രത്യേകതരം പ്ലെയറാണ്. ഒരു കരിയുമ്പേം കൊള്ളിക്കൂല. ഇത്രയും കരി ഇരിക്കുമ്പോ ഒരു കരിയുമ്പേം കൊള്ളിക്കാറില്ല. ബുദ്ധിമുട്ടാണ്. എടാ 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 ഒരെണ്ണത്തുമ്പോ കൊള്ളിക്കണ. അതെ 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 എടാ കൊണ്ടറാ കൊണ്ട് കുലുങ്ങും, ഭൂമി വരെ കുലുങ്ങും. എന്തോ കാര്യമായിട്ട് നടക്കാൻ പോവുകയാണ്. ബോഡിയാ റെഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇതിന് ചിലപ്പോ റെക്കോർഡ് ഇടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സമയം നീണ്ടുന്ന കാര്യം ആ എങ്ങനെ തീരും പിന്നെ. ഇവരിപ്പോ 2 ടീമൊക്കെ മാറിയിട്ട് ഇവരുടെ കോമൺ ശത്രു റെഡായി. ഇവര് 4 പേരും കൂടി അതെങ്ങനെയെങ്കിലും ഇട്ടാ മതിയതായി. വീടുണ്ട് എല്ലാം തിരിച്ചു വന്നോണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് റെഡ് ഇട്ടായിരുന്നു. അതല്ല, 2 ടീമിന് ഒരുമിച്ച് നിരാശ. എടാ നീയൊക്കെ തോക്കാൻ പോവാണ്. എന്തൊക്കെയാണ് നടക്കണ. എടാ എടാ കളി പോസല്ലേ, ഫുഡ് കഴിച്ചു വന്നിട്ട്. ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഏട്ടാ, അതേപോലെ തന്നെ ഇരിക്കട്ടെ. ആകിക്ക് വന്നിട്ടുണ്ടാവൊക്കെ. 45 മിനിറ്റായി. 45 എക്സ്പീരിയൻസ് ആ റെഡിനുണ്ടാവില്ല. അങ്ങനെ 2 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം ഞാൻ അത് ദഹിക്കും. അല്ല നീ വിളിക്ക, ഞാൻ നൈസായിട്ട് അപ്പുറത്തുണ്ടാവും. റെഡ് വീഴുമ്പോൾ വിളിച്ചോട്ടാ വരാം. നീ പറ കൈ വെക്കണ്ട. ഇല്ല ഇല്ല പൊക്കുന്നില്ല. നീ എന്താ പറയണ? ഇല്ലേ കളിച്ചു റെഡ് ഒഴിവാക്കണോന്ന് ഒരു വർഷം നോക്കിയിട്ട്. എടാ റെഡ് വീഴുമ്പോ ഒന്ന് വിളിക്കട്ടെ, ഞാൻ അപ്പുറത്തുണ്ടാവും. ഓക്കെ